കലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗുരുവായൂർ സബ് ജയിലിൽ നിന്ന് സിനിമയെ വെല്ലുന്ന രീതിയിൽ പുറത്തുകടന്ന റിമാൻഡ് പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടി. പോക്സോ കേസ് പ്രതിയായ നിലമ്പൂർ എടക്കര സ്വദേശി പുതിയത്ത് ശ്രീരാജാണ് ജയിൽ ചാടിയത്. വീടുകൾ പോളിംഗ് ബൂത്തുകളായി നിയമസഭാ തിരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ച ഹോം വോട്ടിംഗ് തുടങ്ങി. 85 വയസ്സിന് മുകളിലുള്ളവർ, ഭിന്നശേഷിക്കാർ എന്നിവർക്കാണ് വീടുകളിൽ വോട്ട് ചെയ്യാൻ അവസരം. ഇന്ത്യൻ ഫുട്ബോൾ രംഗത്തെ തിളങ്ങും താരമായ പത്മശ്രീ IM വിജയനും ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളും അണിനിരന്ന റോഡ് ഷോ നിലമ്പൂരിന്റെ വീഥികളെ കോരിത്തെരിപ്പിച്ചു. നിലമ്പൂർ LDF സ്ഥാനാർത്ഥി U ഷറഫ് അലിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് വഴിക്കടവ് മുതൽ നിലമ്പൂർ ടൗൺ വരെ വർണ്ണാഭമായ റോഡ് ഷോ നടത്തിയത്. ഓട്ടോ ബൈക്ക് റാലിയുമായി എടക്കരയെ ഇളക്കിമറിച്ച UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ പര്യടനം ചെമ്പൻപുലിയിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയിലെ സർവീസ് റോഡിൽ 2 ബൈക്കുകൾ നേർക്കുനേർ കൂട്ടിയിടിച്ച 2 +2 വിദ്യാർത്ഥികൾ മരിച്ചു. പൊന്നാനി പള്ളപ്രം മാലിക്കുളം അലിയുടെ മകൻ മുഹമ്മദ് അസ്ലം, പൊന്നാനി തട്ടേക്കാനകത്ത് ഇബ്രാഹിമിന്റെ മകൻ അൻസിഫ എന്നിവരാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ സബ് ജയിലിൽ നിന്ന് സിനിമയെ വെല്ലുന്ന രീതിയിൽ പുറത്തുകടന്ന റിമാൻഡ് പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടി. പോക്സോ കേസ് പ്രതിയായ നിലമ്പൂർ എടക്കര സ്വദേശി പുതിയത്ത് ശ്രീരാജാണ് ജയിൽ ചാടിയത്. ഗുരുവായൂർ പോലീസിന്റെ അവസരോചിതമായ ഇടപെടലുകളിലൂടെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ വലയിലാക്കി. ജയിലിലെ തകരാറിലായ എക്സോസ്റ്റ് ഫാൻ നന്നാക്കുവാൻ അധികൃതർ പ്രതിയെ പുറത്തിറക്കിയപ്പോഴാണ് സംഭവം. ഓടുമേഞ്ഞ പഴയ കെട്ടിടത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഫാനിന് അടുത്തേക്ക് കയറിപ്പോയ ശ്രീരാജനെ ഏറെ നേരമായിട്ടും കാണാതായതോടെ അധികൃതർക്ക് പരിഭ്രാന്തിയായി. മേൽക്കൂര വഴി സമീപത്തെ മരത്തിൽ കയറി സബ് രജിസ്ട്രാർ ഓഫീസ് വളപ്പിലേക്കാണ് പ്രതി ചാടിയത്. പ്രതി രക്ഷപ്പെട്ട വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഗുരുവായൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇയാളെ കണ്ടെത്തിയത്. പറവട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ റിമാൻഡിലായ ശ്രീരാജ് ജയിലിലെത്തിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. വീടുകൾ പോളിംഗ് ബൂത്തുകളായി നിയമസഭാ തിരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ച ഹോം വോട്ടിംഗ് തുടങ്ങി. 85 വയസ്സിന് മുകളിൽ ഉള്ളവർ, ഭിന്നശേഷിക്കാർ എന്നിവർക്കാണ് വീടുകളിൽ വോട്ട് ചെയ്യാൻ അവസരം. ഓരോ മണ്ഡലത്തിലും 15 ടീമുകളെയാണ് പോളിംഗിന് നിയോഗിച്ചത്. പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥർ, നടപടികൾ ചിത്രീകരിക്കുവാൻ വീഡിയോഗ്രാഫർ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥർ ടീമിലുണ്ട്. BLO ഒപ്പമുണ്ടാകും. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് വോട്ടിംഗ്. എന്നാൽ ഇടപെടുവാൻ അവർക്ക് അവകാശമില്ല. വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റ് സമ്മതിദായകൻ കവറിലാക്കി നൽകും. ഒട്ടിച്ച ശേഷം സത്യവാങ്മൂലം ഒപ്പിട്ട് വീണ്ടും കവറിലാക്കും. അതും ഒട്ടിച്ച് 3ാമത്തെ കവറിലാക്കിയാണ് പെട്ടിയിൽ നിക്ഷേപിക്കുക. തുടർന്ന് അതാത് ദിവസം പോളിംഗ് കഴിഞ്ഞ് സ്ട്രോങ് റൂമിൽ എത്തിച്ച് മറ്റൊരു പെട്ടിയിലാക്കും. എല്ലാ ടീമുകളും എത്തിയ ശേഷം മുറി സീൽ ചെയ്ത് പോലീസ് കാവലിലാക്കും. വീട് വോട്ടിന് നിലമ്പൂർ മണ്ഡലത്തിലെ സ്ട്രോങ് മുറി നിലമ്പൂർ ബ്ലോക്ക് ഓഫീസിലാണ്. മണ്ഡലത്തിൽ 85 വയസ്സിന് മുകളിൽ 1016, ഭിന്നശേഷിക്കാർ 463 എന്നിങ്ങനെ ആകെ 1489 പേർക്കാണ് വീട്ടിൽ വോട്ട്. പോളിംഗ് 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് റിട്ടേണിംഗ് ഓഫീസറുടെ ചുമതലയുള്ള തദ്ദേശ സ്വയംഭരണം ജോയിന്റ് ഡയറക്ടർ വിമൽ രാജ് പറഞ്ഞു. ഇന്ത്യൻ ഫുട്ബോൾ രംഗത്തെ തിളങ്ങും താരമായ പത്മശ്രീ IM വിജയനും ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളും അണിനിരുന്ന റോഡ് ഷോ നിലമ്പൂരിന്റെ വീഥികളെ കോരിത്തിരിപ്പിച്ചു. നിലമ്പൂർ LDF സ്ഥാനാർത്ഥി U ഷറഫ് അലിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് വഴിക്കടവ് മുതൽ നിലമ്പൂർ ടൗൺ വരെ വർണ്ണാഭമായ റോഡ് ഷോ നടത്തിയത്. നിലമ്പൂരിന്റെ രാജവീഥികളിലൂടെ ആയിരങ്ങളുടെ അകമ്പടിയിൽ U ഷറഫ് അലി നടത്തുന്ന ഫുട്ബോൾ റോഡ് ഷോ ഇതാ അവസാന മിനിറ്റുകളിലേക്ക് അടുക്കുകയാണ്. U ഷറഫ് അലിക്കൊപ്പം ഇന്ത്യൻ ഫുട്ബോളിൽ
ഇന്ത്യൻ ഫുട്ബോളിന്റെ പ്രശസ്തി ആകാശത്തോളം ഉയർത്തിയ IM വിജയനെയും ഫുട്ബോൾ താരങ്ങളെയും സ്ഥാനാർത്ഥി U ഷറഫലിയെയും കാണുവാൻ കുട്ടികളും സ്ത്രീകളും വയോധികരും എല്ലാം റോഡരികിൽ തടിച്ചുകൂടി. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ നെഞ്ചിൽ എന്നും മായാതെ നിൽക്കുന്ന മൈതാനങ്ങളിലെ പടക്കുതിരകളായ കുരിക്കേഷ് മാത്യു, CV പാപ്പച്ചൻ, KT ചാക്കോ, പ്രശസ്ത കമന്റന്റ് ഷൈജു ദാമോദരൻ എന്നിവരായിരുന്നു റോഡ് ഷോയിലെ പ്രമുഖർ. ഓട്ടോ ബൈക്ക് റാലിയുമായി എടക്കര ഇളക്കിമറിച്ച UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ പര്യടനം ചെമ്പൻകൊല്ലിയിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. UDF പഞ്ചായത്ത് ചെയർമാൻ നാസർ കാങ്കട അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ മുത്തേടം, സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത്, DCC ജനറൽ സെക്രട്ടറി പാനായി ജേക്കബ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ CH ഇഖ്ബാൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ, OT ജെയിംസ്, P പുഷ്പവല്ലി, സെറീന മുഹമ്മദ് അലി, K രാധാകൃഷ്ണൻ, KP ലുഖ്മാൻ, ജൂഡി തോമസ്, ദേവൻ ചാലിയാർ, എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസൻ, അബൂബക്കർ മാഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാനാർത്ഥിയെ വരവേൽക്കുവാൻ 100ഓളം ഓട്ടോറിക്ഷകളും 100ലേറെ ബൈക്കുകളും അണിനിരന്ന വാഹന റാലിയും ഉണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ MLA ആയ ശേഷം കുറഞ്ഞ കാലം കൊണ്ട് നടത്തിയ വികസന മുന്നേറ്റം ആര്യടൻ ഷൗക്കത്ത് പ്രചരണ യോഗങ്ങളിൽ വിവരിച്ചു. എടക്കര ബൈപ്പാസ് പൂർത്തീകരണത്തിലേക്ക് എത്തിയതും മന്ത്രിതല യോഗം വിളിച്ച് എടക്കര പോലീസ് സ്റ്റേഷനായി ലഭിച്ച ഭൂമിയുടെ തരം മാറ്റം യാഥാർത്ഥ്യമാക്കിയതും എടക്കര ടൗൺ നവീകരണ പദ്ധതി കൊണ്ടുവന്നതും വിശദീകരിച്ചു. സ്ത്രീകളടക്കം വലിയ ജനക്കൂട്ടമാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ഉണ്ടായിരുന്നത്. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കാപ്പുണ്ടയിൽ സമാപിച്ചു. ദേശീയപാതയിലെ സർവീസ് റോഡിൽ 2 ബൈക്കുകൾ നേർക്കുനേർ കൂട്ടിയിടിച്ച 2 +2 വിദ്യാർത്ഥികൾ മരിച്ചു. പൊന്നാനി പള്ളപ്രം മാലിക്കളം അലിയുടെ മകൻ മുഹമ്മദ് അസ്ലം, പൊന്നാനി തട്ടേക്കാനകത്ത ഇബ്രാഹിമിന്റെ മകൻ അൻസിഫ എന്നിവരാണ് മരിച്ചത്. അസ്ലം പൊന്നാനി MI ബോയ്സ് സ്കൂളിലെയും അൻസിഫ് പാലപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളാണ്. രാത്രി പൊന്നാനി ബർലിക്കുളത്തിന് സമീപമുള്ള സർവീസ് റോഡിലായിരുന്നു അപകടം. എതിർദിശകളിൽ നിന്നും വന്ന ബൈക്കുകൾ തമ്മിൽ അതിശക്തമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പര്യടനം നടത്തി. PR രശ്മിൽ നാഥ്, അജി തോമസ്, ബിജു സാമുവൽ, സുധി ഉപ്പട, AD മോഹൻ ജോർജ്, രമേശൻ നായർ, അനൂപ് മുമുള്ളി, ജയരാജൻ K, അനു മൊടപ്പൊയ്ക, ലിംബിൻ CS, NC ബിജു എന്നിവർ പര്യടന പരിപാടികൾക്ക് നേതൃത്വം നൽകി. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന് വഴിക്കടവിൽ ഉജ്ജ്വല വരവേൽപ്പ്. 100കണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടെയാണ് സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് സ്ഥാനാർത്ഥിയെ ആനയിച്ചത്. മുണ്ട പാലത്തിങ്ങലിൽ പര്യടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. UDF പഞ്ചായത്ത് ചെയർമാൻ VK ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത്, UDF കൺവീനർ സുനീർ മണൽപ്പാടം, CU ഏലിയാസ്, വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ, വൈസ് പ്രസിഡന്റ് ഉഷ വേലു, MI അബ്ദുൽ ഹമീദ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജോസ്മി തോമസ്, ജാഫർ പുലിയോടൻ, അമീൻ പുലിക്കുന്ന്, കരീം തേറമ്മീൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പഞ്ചായത്ത് അങ്ങാടിയിൽ സമാപിച്ചു. നിലമ്പൂർ നഗരസഭയിലെ പര്യടനത്തിനിടെ ഗോളടിച്ച UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത്. പര്യടനം ബഡ്സ് സ്കൂളിനടുത്തെത്തിയപ്പോൾ ഗ്രൗണ്ടിൽ കളിക്കുന്നവരെ കണ്ട് വോട്ട് ചോദിച്ചു. കളിക്കാനുണ്ടോ ബാപ്പുട്ടിയക്ക എന്ന ചോദ്യത്തിന് മുന്നിൽ മുണ്ട് മടക്കിക്കുത്തി പന്തുമായി ഗ്രൗണ്ടിലിറങ്ങി പഴയ മാനവേദൻ സ്കൂൾ ടീമിലെ മാസ്മരിക പ്രകടനത്തിനെ അനുസ്മരിപ്പിച്ച് മിന്നൽ നീക്കത്തിലൂടെ പന്ത് വലയിലാക്കി. ആർപ്പുവിളികളോടെ കളിക്കാരും പ്രവർത്തകരും. രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഫുട്ബോളിലും ഒരു കൈ പയറ്റമെന്ന ആത്മവിശ്വാസത്തിൽ നിലമ്പൂരുകാരുടെ ബാപ്പുട്ടിയും. കുട്ടിക്കാലം മുതൽ ഫുട്ബോൾ കളിക്കാറുണ്ടെന്ന് ഷൗക്കത്ത് പറഞ്ഞു. മാനവേദൻ സ്കൂൾ ഫുട്ബോൾ ടീം അംഗവുമായിരുന്നു. നിലമ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി U ഷറഫലിക്ക് പര്യടന കേന്ദ്രങ്ങളിൽ വൻ സ്വീകരണം. ചൊവ്വാഴ്ച ചുങ്കത്തറ പഞ്ചായത്തിലായിരുന്നു പര്യടനം. രാവിലെ മുട്ടിക്കട വങ്ങാടിയിൽ ആരംഭിച്ചു. പള്ളിക്കുന്ന്, കാട്ടിലപ്പാടം, മണലി, മമ്പോയിൽ, കാട്ടിച്ചിറ, പുലിമുണ്ട, വെള്ളാരംകുന്ന്, ചളിക്കുളം, കൈപ്പിനി, എരുമമുണ്ട, കുറുമ്പലങ്ങോട്, ചൂരക്കണ്ടി എന്നിവിടങ്ങളിലാണ് ഉച്ചവരെ പര്യടനം നടത്തിയത്. ഉച്ചയ്ക്ക് ശേഷം മുണ്ടേരി, അമ്പിട്ടാൻപൊട്ടി, വെടുമ്പിയംപാടം, ഭൂതാനം, പാതാർ, വെള്ളിമുറ്റം, നെട്ടിക്കുളം, ആനക്കല്ല്, ഉപ്പട, ചെമ്മൻകൊല്ലി എന്നീ പ്രദേശങ്ങളിൽ സന്ദർശിച്ച് കോടായിപ്പൊയിലിൽ സമാപിച്ചു. നിലമ്പൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട് എടക്കര പഞ്ചായത്തിൽ പര്യടനം നടത്തി. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. അജി തോമസ്, സുധീഷ് ഉപ്പട, രജീഷ് പാലേമാട്, സുമേഷ് ചെമ്പങ്കുല്ലി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.